ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഈവനിങ് റൊട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ നല്ല കാറ്റും മഴയൊക്കെ ആയത് കാരണം വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും ഇത്രയും ചവറ് വീണിട്ടുണ്ട്. ചവറെന്ന് പറയുന്നത് ഈ മാവിൻ്റെ തളിരിലയും ഉണങ്ങിയ ഇലയെല്ലാം കൂടെ ചേർത്തിട്ട് മുറ്റം നിറഞ്ഞ് കിടപ്പുണ്ട്. ഇനി എന്തായാലും തൂത്ത് വൃത്തിയാക്കാൻ പറ്റില്ല, കാരണം ചെളിയും വെള്ളമൊക്കെ ആയിട്ട് കിടക്കണം. അപ്പോൾ ഇതൊന്നും നന്നായിട്ട് ഉണങ്ങിയാൽ മാത്രമേ തൂത്താലും ആ ഒരു കരിയിലൊക്കെ നീങ്ങത്തുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഞാൻ പിന്നെ ഒരു കൊതുക് തിരിയൊക്കെ കത്തിച്ച് വെച്ചു. കാരണം മഴ ആയതുകൊണ്ട് ഭയങ്കര കൊതുകാണ്. അല്ലെങ്കിലും വൈകുന്നേരം നല്ല കൊതുകുണ്ട്, എങ്കിലും കൂടി മഴ ആയതുകൊണ്ട് കുറേയും കൂടെ നല്ല കൊതുകിൻ്റെ ശല്യം കൂടുതലാണ്. അപ്പം ഞാൻ പുതിയൊരു സ്റ്റാൻഡൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് കൊതുക് തിരി വയ്ക്കാനായിട്ട്. പിന്നെ ഞാനും മോനും മാത്രമേ ഉള്ളൂ. ഇച്ചാനും മോളും കൂടെ കടയിൽ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിക്കുകയാണ്. മുറുക്കും അച്ചപ്പമൊക്കെ അതിൻ്റെയൊക്കെ കുറച്ച് ഇങ്ങനെ നുറുങ്ങിയ ഭാഗങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരു പേപ്പറിൽ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തൊരു കടയുണ്ട്, ഇങ്ങനെ ഇതെല്ലാം കൂടി മുഴുവനായിട്ട് മേടിക്കുന്ന ഒരു കട. പിന്നെ സെപ്പറേറ്റ് ആയിട്ടും കിട്ടും, എല്ലാം കൂടി മിക്സ് ആയിട്ടാണെങ്കിലും കിട്ടും. അങ്ങനെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴിച്ചിട്ട് ഇനി ഫുഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതായത് രാത്രിയിലത്തേക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാരറ്റും ഇത് പൊട്ടറ്റോയൊക്കെ ഇട്ടിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം സ്റ്റൂ പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കുറച്ചും കൂടെ ഗ്രേവി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ രാവിലത്തേക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് ചപ്പാത്തിയും കുറച്ച് കൂടുതലും ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഹോട്ട് ബോക്സിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ആവിയായിട്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും കഴിക്കുന്ന സമയത്ത്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പച്ചക്കറിയൊക്കെ എടുത്ത് വെച്ചപ്പോഴത്തേക്കാണ് മാവ് വിരകി ഒന്ന് കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സമയം കിട്ടുമല്ലോ, സോഫ്റ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ട് അത് ചെയ്യാമെന്ന് വിചാരിച്ചു ആദ്യം. അപ്പോൾ ഞാനിങ്ങനെയാണ് ഒരു ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ തൂക്കാനായിരിക്കും, ചിലപ്പോൾ ചൂലും കൊണ്ട് മുറ്റത്ത് പോയിട്ട് അയ്യോ ഇന്ന ജോലി ചെയ്തില്ലല്ലോ അത് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് ചൂല് അവിടെ ഇട്ടിട്ട് പോകും. മിക്കപ്പോഴും എനിക്ക് പറ്റുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിൽക്കും. എന്നിട്ട് ഈ തൂക്കുന്ന കാര്യം അങ്ങ് മറന്നു. പിന്നീടായിരിക്കും അയ്യോ തൂത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടുന്നത്. അപ്പോൾ ജയം വീട്ടിലുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോഴത്തേക്ക് ഒന്നുകിൽ വഴക്ക് പറയും, ഇല്ലെന്നുണ്ടെങ്കിൽ കളിയാക്കാറുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും അത് കംപ്ലീറ്റ് ചെയ്തിട്ട് വേറൊരു കാര്യം ചെയ്യാമെന്നൊക്കെ പറയും. പക്ഷേ ഞാൻ പലപ്പോഴും വിചാരിക്കാറുണ്ട് അങ്ങനെ ചെയ്യണം, മാറ്റണമെന്നൊക്കെ, ആ രീതിയൊക്കെ ഒന്ന് മാറ്റണമെന്ന് വിചാരിക്കും. പക്ഷേ മാറ്റാൻ പറ്റുന്നില്ല. ഇങ്ങനെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കറിയൊക്കെ ഏകദേശം റെഡിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ആയി. അപ്പം ഇപ്പോൾ ഞാനിങ്ങനെ ഈ വൈകുന്നേരങ്ങളിൽ, അതായത് സന്ധ്യ കഴിഞ്ഞൊക്കെ ജോലി ചെയ്യുമ്പോഴത്തേക്ക് മുൻപുള്ള കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ സമയത്ത്, കല്യാണത്തിന് മുന്നേ ഞാൻ ബാങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടും മോളെ പ്രഗ്നൻ്റ് ആവുന്നത്, അതായത് ഡെലിവറിയൊക്കെ കഴിയുന്നത് വരെയും ഞാൻ കഴിഞ്ഞ ആ ഒരു സമയം വരെ ജോലി ചെയ്തുകൊണ്ട് ഇരിക്കുകയായിരുന്നു. മെറ്റേണിറ്റി ലീവിൽ ഇറങ്ങിയാണ്, പിന്നെ പോകാൻ പറ്റിയില്ല. മോളെ നോക്കുന്ന ആ ഒരു കാര്യമൊക്കെ ആയിട്ട് പോകാൻ പറ്റിയില്ല. അപ്പോൾ അതുവരെയും ഞങ്ങളുടെ ഒരു ലൈഫ് എനിക്ക് ഓർമ്മ വരും. കാരണം തിരക്ക് പിടിച്ചൊരു ഓട്ടപ്പാച്ചിലുള്ള ഒരു ഇതായിരുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ഫുഡുണ്ടാക്കി എല്ലാം ഞങ്ങൾ റെഡിയായിട്ടൊക്കെ രണ്ടുപേരും പോകുന്നു. എന്നെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിലാക്കിയിട്ടാണ് ഞാൻ ജോലിക്ക് പോകുന്നത്. പോയിട്ട് പിന്നെ വൈകുന്നേരം എന്ന് പറയാൻ ഞാൻ എത്തുമ്പോൾ ലേറ്റാവും, രാത്രിയൊക്കെ ആവും. പിന്നെ ആൾ വന്ന് വിളിച്ചുകൊണ്ട് വരുന്നു, പിന്നെ ഫുഡുണ്ടാക്കി കഴിക്കുന്നു, കിടക്കുന്നു. ഞായറാഴ്ച മാത്രമാണ് ഒഴിവുള്ള ദിവസം. ശനിയാഴ്ചയും എനിക്ക് പോകണം, അങ്ങനെ ഇച്ചാനും പോകണം. അങ്ങനെ പിന്നെ എന്തു പറയാൻ, ഒരു ബിസി ലൈഫായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പം ഒന്നുമില്ലെന്നുണ്ടെങ്കിലും ഒരു സമാധാനമായിട്ട് നമുക്ക് വീട്ടിലേക്ക്, പിന്നെ ഒരു വരുമാനം എന്ന് നോക്കുമ്പോഴത്തേക്കും ആ ഒരു രീതിയിലുള്ള നമ്മുടെ ഒരു ഇത് നിലച്ചു എന്ന് തന്നെ പറയാം. ഒറ്റ വരുമാനമായിപ്പോൾ. അപ്പം ഞാനിവിടെ തകൃതിയായിട്ട് ജോലി ചെയ്യുമ്പോൾ അപ്പനും മക്കളും ഹാളിലിരുന്ന് ഏണിയും പാമ്പും കളിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുഞ്ഞിലെ ഏണിയും പാമ്പും, ക്യാരംസ്, പിന്നെന്താ ഈ വളച്ചിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഡസൻ വെച്ചിട്ട് കളിക്കുന്നത്, പിന്നെ അതുപോലെ ഇറുക്കിൽ, ഇതൊക്കെ കളിക്കാറുണ്ട്. നല്ല രസമാണ് ആ കളികളൊക്കെ. ഇപ്പോഴത്തെ മക്കളൊക്കെ ഇതൊക്കെ കളിക്കുന്നത് കാണാറേ ഇല്ല. മാത്രമല്ല ഇത് ഞാനൊരു ബുക്ക് സ്റ്റാളിൽ പോയപ്പോൾ കിട്ടുകയാണ്, 85 രൂപയ്ക്ക് മേടിച്ചാണ്. നല്ല രസമാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു കളിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്.